ആരും കാണൂല എന്റെ വീഡിയോ, ഞാനൊരു വെറൈറ്റി ഇല്ലാന്ന്. അപ്പൊ ഇതിനാട്ടം പറഞ്ഞതാണിത്. ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് എൻജികൾ. അപ്പം മീനും മുട്ടക്കറിയോ? അപ്പം ഞങ്ങള് അങ്ങനെ വരട്ടെ, വരട്ടെ. എന്താ ബേബി വെറുതെ കാര്യത്തിൽ കിടക്കാം. നമ്മളിപ്പോ പോയിക്കൊണ്ട് നിൽക്കുന്നത് തായ്ലൻഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ട്രഡീഷണൽ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തായ് ന്യൂ ഇയറിന്റെ ബിഗിനിങ് ആണിത്. ഈ സൊങ്ക്രാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹോളി ടൈപ്പാണ് സംഭവം. ഹോളി, പിന്നെ നമ്മളെ നാട്ടിൽ ആഘോഷിക്കുന്ന ഓണം, അതൊക്കെ കുറച്ച് ദിവസങ്ങളോളം നിൽക്കില്ലേ. ഇതും അതുപോലത്തെ ഒരു തായ്ക്കാർക്ക് വലിയൊരു ഫെസ്റ്റിവലാണ് സംഭവം. അപ്പം ഇപ്പോഴേ ഈ ഒരു ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അതിൻ്റെ ഒരു വൈബ് ഏകദേശം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെതായ ഒരു സൊങ്ക്രാൻ ഒരു വൈബ് ഇവിടെ തായ്ലൻഡ് മൊത്തം സ്പ്രെഡാണ്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഈ സൊങ്ക്രാന് ചില സ്ഥലങ്ങളിൽ ഭയങ്കര വൈബായിരിക്കും. അപ്പം അങ്ങനെ വൈബ് തേടിയാണ് ഞങ്ങൾ പോകുന്നത്. വൈബ് അറിയാം എവിടെയാണ് കിട്ടുകയെന്ന്, കാരണം മൂപ്പര് കുറേ കാലമായില്ല ഇവിടെ. അപ്പോൾ കുറേ സൊങ്ക്രാൻ കൂടിയിട്ടുണ്ട്. തലയാട്ടം വന്നതാ, സൊങ്ക്രാൻ കൂടിയിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് സൊങ്ക്രാനാണ്. അപ്പോൾ ഞാൻ അടിപൊളിയായി ആഘോഷിക്കാൻ ഫുള്ള് തയ്യാറെടുപ്പോടുകൂടെ പോവുകയാണ്. അപ്പം നമുക്ക് ഇനി കാണാം. സൊങ്ക്രാൻ എന്താ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും വേണ്ടിയില്ല. വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. ഓക്കെ, സീ യു, സ്റ്റേ ട്യൂൺഡ്. അപ്പം ഞങ്ങളിപ്പോൾ അതാ കുറച്ചൊന്ന് ട്രാവലിംഗ് ഒന്ന് സൈഡ് ആക്കിയിട്ട് ഇപ്പം ഞങ്ങൾ റിഫ്രഷ്മെൻറ്റിന് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പോകുന്നത് പട്ടായയാണ്. പട്ടായയിലാണ് ഇതിൻ്റെ ഭയങ്കര ഒരു ഓളമുള്ളത്, ഈ സൊങ്ക്രാൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം ഏകദേശം 2.5 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്ത് ഒന്നിപ്പോൾ സൈഡാക്കി. അപ്പം ഇപ്പോൾ സമയം ഏകദേശം എത്രയായി, 12:30 അപ്പം ഇനിയും അങ്ങോട്ടേ പോകണ്ട. അപ്പം അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനാണ്. അപ്പം മീൻ വയൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഇതിനാട്ടം വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. അതെപ്പോഴേ പിള്ളേരൊക്കെ ബാക്കിൽ നിന്ന് കുറേ കാറിൽ ആൾക്കാർ നിർത്തിയിട്ട് ഫുള്ള് വെള്ളം കളി തുടങ്ങിയില്ല. ഞാൻ ഫുഡ് എടുക്കട്ടെ. ഇതെൻ്റെ ഹാഫ് മെയ്ഡ് ബർഗറാണ്. ഇതിൽ ഞാൻ പകുതി ഞാനാണ് ഉണ്ടാക്കിയത്, ബണ്ണ് ഞാനല്ല, പക്ഷെ ഫില്ലിങ്സ് ഒക്കെ ഞാനുണ്ടാക്കി. സോ ഞങ്ങൾ സൊങ്ക്രാനിന് ഫുൾ സെറ്റായിട്ട് സൊങ്ക്രാൻ ഗെറ്റപ്പിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. അപ്പം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാൻ കരുതിയിട്ടാണ്. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പം ഇപ്പോൾ വെള്ളം കൂടെ എല്ലാം കൂടെ സഹിപ്പോയി. സോ ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു 4-4:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഉറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, റോഡിൽ നിന്ന് കാണായി വെള്ളം ഫുള്ള് ചീറ്റി തുടങ്ങി. ഇപ്പം തന്നെ അവിടുന്ന് ഞങ്ങൾ ഫുള്ള് ഇതാ റോഡ് മൊത്തം ട്രാഫിക്കാണ് തുടങ്ങി. മക്കളെ പരിപാടി.
കുറേ സ്വയം നടന്നിട്ട് ഇപ്പോൾ സൈഡായി. ഇപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് ഒന്ന് എനർജിയൊക്കെ തിരിച്ചെടുത്തിട്ട് ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ അതേപോലെ തന്നെ പിന്നെയും പോകും. അപ്പോൾ ഞാനൊരു ഫ്രൈസ് ഓർഡർ ചെയ്ത് വിനോട്ടൻ ക്രോക്കഡൈൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്കിനി അടുത്ത വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇരുടായി ഏകദേശം. അപ്പോൾ വിനോട്ടൻ പറഞ്ഞു അധികം ഇവിടെ നിന്നുണ്ടെങ്കിൽ എന്താ പറയുക മിസ്സാവും, കാരണം ചിലപ്പോൾ സൊങ്കറാൻ വേഗം അവസാനിക്കും, രാത്രികളിലൊന്നും കുറവേക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ വേഗം വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് അടുത്ത ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഈ വണ്ടി കയറി പോയത് അങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടായയിൽ ജോംടൺ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അത് ഈ പട്ടായയിൽ മെയിൻ ആയിട്ടുള്ളൊരു ബീച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ വേറൊരു ബീച്ചുണ്ട്, അതിൻ്റെ പേരാണ് ജോംടൺ ബീച്ച്. അപ്പം അങ്ങോട്ടേക്കാണ് ഇപ്പം ഞങ്ങൾ പോയത്. അപ്പം അത് വണ്ടിയിലാണ് പോയത്. അപ്പം വണ്ടി എക്സ്പീരിയൻസ് പറയാൻ അടിപൊളിയാണ്. സൈഡിൽ നിന്ന് വണ്ടി നിർത്തുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കലോ ഫുള്ള് ബക്കറ്റിൽ അറ്റാക്ക് ആയിരിക്കും. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചെറിയ മക്കളുള്ളത് കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഉള്ള അലർച്ചയൊക്കെ ആയിട്ട് അവർ പാവം പേടിച്ചു പോയി. അപ്പോൾ അവിടെ കുറേ നേരം ഞങ്ങൾ ചിൽ ഔട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് എല്ലാവരെയും വീട്ടിലേക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു പോവുക ചെയ്തത്. അപ്പോൾ ഹായ്, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംക്രാന്തി ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല, 12 മണിയായി. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ് ചുറ്റിക്കറങ്ങിയൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 12 ആയി. വന്നിപ്പോൾ ഡ്രസ്സ് മാറി, കാരണം ഫുൾ നനഞ്ഞ് കിടക്കുക. ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ എൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അറിയില്ല ഇനി പോകുന്ന വഴിക്ക് വെള്ളം ഉണ്ടാവില്ലേ എന്നാണ് ഞങ്ങളെ പ്രാർത്ഥന. ഓക്കെ, എന്തായാലും ഞങ്ങൾ മദ്രാസ് ദർബാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥിരം അവിടെ പോലെ ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് അവിടെ. മദ്രാസ് ദർബാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ഡേ 2 സംക്രാന്ത് സെലിബ്രേഷൻ. അപ്പോൾ ഇന്നലെ സെയിം സംഭവം, ഞങ്ങളുടെ സെയിം റിപ്പീറ്റേഷൻ ആണ്. വാട്ടർ കളി, വെള്ളം കൊണ്ടൊരു കളി. അപ്പം ഞങ്ങൾ ഇന്നലെ കുറച്ച് സോയ്കൾ പോയി. അപ്പോൾ ഇന്നിപ്പോൾ വേറെ സോയ് പിടിക്കാമെന്നാണ് വിനാട്ടം പറഞ്ഞത്. ഓരോ സ്ഥലത്തും ഓരോ വൈബ് വ്യത്യാസം ഉണ്ടാവും. കാരണം ചില സ്ഥലത്ത് ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇറ്റ്സ് റിയലി ഫൺ. കാരണം എന്തോ അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ ഗൺ ഫൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അതുപോലെ ഒരു സംഭവം നമുക്ക് ഡ്രൈ ആവാനുള്ളൊരു സമയം കിട്ടുകയില്ല. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്യാപ്പ്. ഇന്നലെ ഞങ്ങൾ രാത്രിക്ക് നടക്കുന്ന സമയം ഫുള്ള് ഫ്ലഷിങ് ചെയ്യുന്നു. അപ്പോഴും എല്ലാവരും ഭയങ്കര മൂഡിലാണ്, വൈബ് മൂഡിലാണ് ഇപ്പം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇറങ്ങാൻ പോവുകയാണ് പുറത്തേക്ക്. അതിന് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, സോ എൻ്റെ വീഡിയോ സംക്രാന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ എനിവേ, എൻജോയ് ദ വീഡിയോ ദെൻ.
ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ സംക്രാന്തി വിശേഷങ്ങൾ. അപ്പോൾ 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. കാരണം പണിക്ക് കയറാനുണ്ട് ഓരോരുത്തർക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ.